അദ്ദേഹം എഴുതുന്നുണ്ട്. അതിന് അദ്ദേഹം കൊടുക്കുന്ന പേര് ദ റൈസ് ഓഫ് ക്രിസ്ത്യൻ പവർ ഇൻ ഇന്ത്യ എന്നാണ്. അതിനൊരു പ്രതികാരം പോലെ. വാസ്തവത്തിൽ ബ്രിട്ടീഷ് ഭരണവും ക്രിസ്തു മതമായിട്ട് അങ്ങനെ നാഭീനാള ബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ പ്രാചീന ഇന്ത്യക്ക് ഹിന്ദു മതവുമായിട്ടും അങ്ങനെ നാഭീനാള ബന്ധമൊന്നുമില്ല. പക്ഷെ ഇതിനൊരു മറുപടി പോലെ GD മിശ്രന്റെ പുസ്തകം വരുന്നുണ്ട്. പൊതുവെ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇന്ത്യയുടെ ഭൂതകാലത്തെ മതാത്മകമായിട്ട് വിഭജിക്കുക അവിടെ തീർന്നില്ല. ഈ പ്രാചീനമായ ഹൈന്ദവ കാലം, മധ്യകാലത്ത് ഇസ്ലാമിക കാലം, ഇവയ്ക്കിടയിലുള്ള തീർത്താൽ തീരാത്ത സംഘർഷങ്ങൾ, അതുകൊണ്ട് മതവൈരുദ്ധ്യങ്ങളുടെയും മതസംഘർഷങ്ങളുടെയും ഒരു ഭൂതകാലമാണ് ഇന്ത്യയുടേതെന്ന് കരുതുക. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ആചാരഭ്രാന്തിൻ്റെയും ഒക്കെ ഒരു ഭൂതകാലമേ ഇന്ത്യക്കുള്ളൂ. അഭിമാനാർഹമായ യാതൊന്നുമില്ലാത്ത വളരെ പ്രസിദ്ധമായ ഒരു പ്രസ്താവന ഇന്ത്യയിലെ മുഴുവൻ വിജ്ഞാനവും ചേർത്ത് വെച്ചാൽ അതൊരു ബ്രിട്ടീഷ് ഗ്രന്ഥാലയത്തിലെ ഒരു ഷെൽഫിലെ പുസ്തകങ്ങളിലെ വിവരങ്ങളിൽ കുറവായിരിക്കും എന്ന് മെക്കാളെ പറയുന്നുണ്ട്. അതുകൊണ്ട് അന്ധവിശ്വാസ ജടിലമായ പ്രാകൃത ജീവിതം നയിക്കുന്ന ഇന്ത്യക്കാരെ സംസ്കാരത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് നയിക്കുന്ന പണിയാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന് വാദിച്ച് സമർത്ഥിക്കാൻ ഉതകുന്ന ധാരാളം രചനകൾ, വിശദാംശങ്ങളിൽ ധാരാളം സമൃദ്ധിയുള്ളപ്പോൾ തന്നെ അടിസ്ഥാന വീക്ഷണമിതായ രചനകൾ പുറത്തു വരുന്നുണ്ട് 19-20 നൂറ്റാണ്ടുകളിൽ. അവയെ ആകെ ചേർത്ത് നമുക്ക് ഇമ്പീരിയലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് വിളിക്കാം, സാമ്രാജ്യവാദപരമായ ചരിത്ര വിജ്ഞാനം എന്ന് പറയാം. ഇപ്പോ ജെയിംസ് മില്ലിന്റെ പുസ്തകമാണ് ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ഇന്ത്യയിലെ ICSകാരെ, സിവിൽ സർവീസുകാരെ ഒക്കെ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നത് വിൻസെന്റ് സ്മിത്തിന്റെ പുസ്തകമാണ്, കേംബ്രിഡ്ജ് ഹിസ്റ്ററിയാണ്. കേംബ്രിഡ്ജ് ഹിസ്റ്ററിയിൽ വിൻസെന്റ് സ്മിത്ത് ഏറ്റവും പ്രധാനമായി പരിഗണിച്ച ഒരു വിഷയം അലക്സാണ്ടറുടെ ഇന്ത്യ ആക്രമണമാണ്. ഏതാണ്ട് വിൻസെന്റ് സ്മിത്തിന്റെ പുസ്തകത്തിന്റെ 1/3 വരുന്ന ഭാഗം അലക്സാണ്ടറുടെ ഇന്ത്യ ആക്രമണവും അത് ഇന്ത്യൻ സംസ്കാരത്തിലുണ്ടാക്കിയ ഗതിഭേദങ്ങളും ചർച്ച ചെയ്യുന്നു. ബാക്കി എല്ലാറ്റിനും കൂടി അദ്ദേഹം 1/2 ഭാഗം കൊടുക്കുന്നു. വാസ്തവത്തിൽ പഞ്ചാബിന്റെ കിഴക്കൻ മേഖലയിൽ കുറച്ചു കാലം വന്നിട്ട് അലക്സാണ്ടർ തിരിച്ചു പോവുകയാണ് ചെയ്തത്. അഖില ഭാരതീയമായൊരു വ്യാപ്തിയൊന്നും ഗ്രീക്ക് ഇടപെടലിന് ഉണ്ടായിട്ടില്ല. പക്ഷേ വിൻസെന്റ് സ്മിത്ത് മാത്രമല്ല, പിന്നീട് ഇന്ത്യയുടെ വാസ്തുശില്പത്തെക്കുറിച്ചോ ശില്പകലയെക്കുറിച്ചോ കലാചരിത്രത്തെക്കുറിച്ചോ ഒക്കെ പഠിച്ച ഒട്ടനവധി പണ്ഡിതന്മാർ. ഇപ്പൊ രാജതരംഗിണി എന്ന് പറയുന്ന ഒരു വംശാവലി കാവ്യം 12-ാം നൂറ്റാണ്ടിലുണ്ടായി കാശ്മീരിൽ. രാജതരംഗിണി കൽഹണന്റെ കൊട്ടാരം കവി ഹർഷന്റെ കൊട്ടാരം കവിയായിരുന്ന കൽഹണൻ എഴുതി തയ്യാറാക്കിയതാണ് രാജതരംഗിണി. ഒരു വംശാവലി കാവ്യമാണ്. ഏതൊക്കെ രാജാക്കന്മാർ എത്ര കാലം ഭരിച്ചു, എന്തൊക്കെ ചെയ്തു എന്നൊക്കെ വിവരിക്കുന്ന, ഒരർത്ഥത്തിൽ ഒരു ക്രോണോളജിക്കൽ സെൻസുള്ള കാലക്രമബോധത്തോടെ രാഷ്ട്രീയ നേതൃത്വത്തെ വിവരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് രാജതരംഗിണി. ഈ രാജതരംഗിണി ഉണ്ടായതിന് പോലും ബ്രിട്ടീഷുകാർ നൽകിയ വിൻസെന്റ് സ്മിത്തും സുഹൃത്തുക്കളും നൽകുന്ന ഒരു വിശദീകരണം, ഗ്രീക്ക് സ്വാധീനത്തിന്റെ അനന്തരഫലമായിട്ടാണ് ഇന്ത്യക്കാർക്ക് കാലബോധം വന്നത് എന്നാണ്. വാസ്തവത്തിൽ അവരറിയാത്തൊരു കാര്യം, രാജതരംഗിണിക്ക് 1 നൂറ്റാണ്ട് മുമ്പ് കേരളത്തിലെ മൂഷകവംശമുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ നമുക്ക് മൂഷകവംശമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് രാജതരംഗിണി ഉണ്ടാവുന്നത്. തൈപ്പ നടന്നിട്ടില്ല, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടായാൽ. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഭാരതീയമായ, ഇപ്പൊ ഫർഗൂസ് എന്ന് പറയുന്ന ഒരു ചരിത്ര പണ്ഡിതൻ വാസ്തുശില്പങ്ങളെ കുറിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ ശില്പകലയെ കുറിച്ച് പഠിക്കുന്നു. മെച്ചപ്പെട്ടതായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഗ്രീക്ക് ബന്ധങ്ങളുടെ അനന്തരഫലമാണ് എന്ന ഒരാശയമാണ് പൊതുവിൽ സാമ്രാജ്യ ചരിത്ര വിജ്ഞാനം. അപ്പൊ സാമ്രാജ്യ ചരിത്ര വിജ്ഞാനത്തിന്റെ ആകത്തുക എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ഭൂതകാലത്തെ ആകമാനം സംസ്കാരശൂന്യവും ഇന്ത്യൻ ഭൂതകാലത്തെ ആചാരബദ്ധവും മതഭ്രാന്തവും മതവിദ്വേഷ നിർഭരവും ഒക്കെയായ ഒന്നായിട്ട് അവതരിപ്പിക്കുക എന്നതായിരുന്നു. ഇതിന്റെ മറുപുറം പോലെ 19-ാം നൂറ്റാണ്ടിൽ തന്നെ വികസിച്ചു വന്ന മറ്റൊരു പ്രവണത, യൂറോപ്പിലെ പണ്ഡിതന്മാരായ ഒരു കൂട്ടം ആളുകൾ പൗരസ്ത്യ ദേശങ്ങളെ സവിശേഷമായി പഠിക്കാൻ തുടങ്ങുകയും, അറേബ്യയെക്കുറിച്ച്, ചൈനയെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച് ഒക്കെ സവിശേഷമായി പഠിക്കാൻ തുടങ്ങുകയും, അതിലൊരു കൂട്ടം ഇന്ത്യ പണ്ഡിതന്മാരെ ഇന്ത്യയെ വളരെ ആദർശാത്മകമായ ഒരു ഭൂതകാലമുള്ള സമൂഹമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ്. 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിക്കുന്ന വില്യം ജോൺസ് മുതൽ ചാൾസ് വിൽക്കിൻസ്, ഭഗവത്ഗീത ആദ്യമായിട്ട് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്നത് ചാൾസ് വിൽക്കിൻസ് ആണ്. വില്യം ജോൺസ് ആണ് കാളിദാസ സാഹിത്യം വിവർത്തനം ചെയ്യുന്നത്. അങ്ങനെ ധാരാളം പേർ, മാക്സ് മുള്ളറെ പോലെ, HS വിൽസനെ പോലെ പണ്ഡിതന്മാരുടെ ഒരു നീണ്ട നിര വരികയും അവർ ഇന്ത്യയുടെ പ്രാചീന ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് അതേക്കുറിച്ചുള്ള ആശയാവലികളൊക്കെ രൂപപ്പെടുത്തി അതിപ്രാചീനമായ ഒരു സുവർണ ഭൂതകാലമുള്ള സമൂഹമാണ് ഇന്ത്യ എന്ന് വാഴ്ത്താൻ തുടങ്ങുകയും ഇന്ത്യയെ ഒരു ആത്മീയ ഭൂപ്രദേശമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു.
വാസ്തവത്തിൽ ഇന്ത്യൻ ആത്മീയത എന്നുള്ള സങ്കല്പക്രമം വികസിച്ചു വരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ ഒരു മതാത്മക സമൂഹമാണ് എന്നുള്ള സങ്കല്പക്രമം പോസിറ്റീവായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പൗരസ്ത്യവാദികളാണ്. ഇപ്പൊ മാക്സിമുള്ളവർ അദ്ദേഹത്തിന്റെ 1818 തന്നെ പുറത്തു വന്ന ഗ്രന്ഥമാണ് ഇന്ത്യ വാക്യാനി ടീച്ചേഴ്സ്, ഇന്ത്യ നമ്മെ എന്ത് പഠിപ്പിക്കുന്നു. അതില് അദ്ദേഹം ഇന്ത്യയുടെ ഭൂതകാലത്തെ ഒരു ആദർശസുരഭിലമായ സുവർണ ദശയായിട്ട് അവതരിപ്പിക്കുന്നു. മാക്സിമുള്ള ഇന്ത്യൻ ഭൂതകാലത്തെ കുറിച്ച് പറഞ്ഞൊരു വാക്യമുണ്ട്. ഇന്ത്യൻ ജനതയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ദേ ആർ നോട്ട് ആക്റ്റീവ്, അക്യൂസിറ്റീവ് ആൻഡ് അഗ്രസീവ് ബട്ട് പാസീവ്, മെഡിറ്റേറ്റീവ് ആൻഡ് റിഫ്ലക്റ്റീവ് എന്നാണ്. അവര് ക്രിയോന്മുഖരല്ല, സമ്പാദന തൽപരരല്ല, അക്രമവാസികളല്ല. ഓർക്കണം കേട്ടോ, തമ്മിൽ മരിച്ച, തലതല്ലി മരിച്ച എത്രയോ സമൂഹങ്ങളുടെ ചരിത്രം മഹാഭാരതം മുതൽ ഇവിടെ കിടക്കുമ്പോഴാണ് മൂപ്പർ എഴുതിയത്. ദേ ആർ നോട്ട് അഗ്രസീവ്, അക്യൂസിറ്റീവ് ആൻഡ് ആക്റ്റീവ് ബട്ട് പാസീവ്